ഹലോ ഫ്രണ്ട്സ്, എല്ലാ പേർക്കും മഴ തോരും മുമ്പേ എന്ന സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന നമ്മുടെ ബാലചന്ദ്രനും അലീനയായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, അയാൾ രാജി പോയോ എന്ന് ചോദിക്കുകയാണ്. അതേ പോയെന്ന് പറയുകയാണ്. നിന്നോട് എന്തൊക്കെ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതായത് ഞാൻ നാളെ 12 മണിക്ക് മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങണമെന്നും 22 മണിക്കൂറത്തെ സമയം എനിക്ക് തന്നിരിക്കുകയാണെന്നും പറയുകയാണ്. അയാളുടെ കൽപ്പന ആയിരിക്കും എന്നൊക്കെ ബാലചന്ദ്രൻ പറയുകയാണ്. എന്നൊക്കെ ഞാൻ അന്ന് എന്നും പുല്ലുവില മാത്രമേ നൽകിയിട്ടുള്ളെന്നും ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പോൾ അലീന എന്നിട്ട് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഞാൻ ഈ പ്രശ്നങ്ങൾക്കിടയിൽ നിൽക്കേണ്ട ആവശ്യമുണ്ടോ, ഞാൻ പൊക്കിയിട്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നീ എനിക്ക് തന്ന വാക്കോ, നീ എല്ലാ കാലത്തും ഇവിടെ തന്നെ നിൽക്കാമെന്നല്ലേ പറഞ്ഞത്, ഞാൻ ഉള്ള കാലം ഇവിടെ നിൽക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, എനിക്ക് പോകണോ എന്ന് പറയുകയാണ്. എനിക്ക് വയ്യ എന്നെ തീരാ വേദന സഹിക്കാനായിട്ടെന്നൊക്കെ അലീന പറയുകയാണ്. സാറിൻ്റെ മക്കൾക്ക് ഞാൻ ഇവിടെ നിൽക്കുന്ന ഇഷ്ടമല്ല, അവരും പോകാനായിട്ട് പറഞ്ഞിരുന്നു. പിന്നെ മുത്തശ്ശിയും പറഞ്ഞു ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരുകയാണെങ്കിൽ മോള് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നില്ല. വൈജയന്തി മേഡത്തിനാണ് എന്നെ ഒട്ടും ഇഷ്ടമല്ല. ഇന്ന് വന്ന സാറ് എന്നെ ഒരുപാട് പറഞ്ഞു, എന്നെ ഏത് രീതിയിലായിരിക്കും സാറ് കാണുന്നത്, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ സാർ, ഞാൻ ഒന്ന് പൊയ്ക്കോട്ടെ, എന്നെ തീരെ വേദന താഴ്ത്തില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ബാലചന്ദ്രന് സങ്കടം വരികയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, നീ പൊയ്ക്കോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കൈ കാണിക്കുകയാണ്. അപ്പോൾ സാറൊന്നും വിചാരിക്കരുത്, എൻ്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി, അതുകൊണ്ടാണ് എനിക്ക് സാറിനെ ഇവിടുത്തെ മക്കളെയും വൈജയന്തി മേഡത്തെ എല്ലാവരെയും സംരക്ഷിക്കാനും അവരെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വലിയ താല്പര്യമാണ്. പക്ഷേ അവർക്കതൊന്നും ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താണ് സാർ ചെയ്യേണ്ടതെന്ന് അലീന ചോദിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, നീ പോകൂ, എനിക്ക് എൻ്റെ സമാധാനം തെറ്റുന്ന പോലെ തോന്നുകയാണ്, നീ പോകുമെന്ന് പറയുകയാണ്. അപ്പോൾ അലീന കരഞ്ഞുകൊണ്ട് കതക് അടച്ചിട്ട് താഴേക്ക് പോവുകയാണ്. എന്നിട്ട് അലീന രേവതി കുട്ടിയെ വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇന്ന സംഭവം നടന്നെന്നും വൈജയന്തി മേഡത്തിൻ്റെ സഹോദരൻ വന്നെന്നും എന്നെ ഇവിടെ ഇറങ്ങി പോകണം എന്നൊക്കെയുള്ള രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല 22 മണിക്കൂർ സമയം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ചേച്ചി വിഷമിക്കാതിരിക്കുക, അവർ പറയുന്നവരെ കാത്തു നിൽക്കാതെ ചേച്ചി ഇങ്ങോട്ട് ഇറങ്ങുമെന്ന് പറയുകയാണ്. അത് ബാലചന്ദ്രൻ സാറ് മനസ്സിലാക്കണ്ടേ, ഞാൻ ഇനി ഇറങ്ങി പോകുന്ന രീതി ഇവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല, എനിക്ക് ടെൻഷൻ ആവുന്നു എന്നൊക്കെ ലീന പറയുകയാണ്. ചേച്ചി എന്തിനാണ് ടെൻഷൻ ആവുന്നത്, അവരുടെ കാര്യം നോക്കി ജീവിക്കട്ടെ, ചേച്ചി ഒന്ന് ഇറങ്ങി വരാനായിട്ട് പറയുകയാണ്. അല്ലെങ്കിൽ ഞാൻ മാമച്ചൻ അങ്കിളിനോടും ഗ്രേസി ആൻറ്റിയോടും പറഞ്ഞ് നമ്മൾ നാളെ അങ്ങോട്ട് വന്ന് ചേച്ചിയെ കൂട്ടിക്കൊണ്ട് പോകാം, ചേച്ചിക്ക് ആരും ഇല്ലാത്ത എന്നൊരു തോന്നൽ അവർക്കൊന്നും വരണ്ടല്ലേ, ചേച്ചിക്ക് എല്ലാവരും ഉണ്ട്. വൈജയന്തി മാഡത്തിനെ കാട്ടിയൊക്കെ സ്വത്തും പ്രതാപം ഉള്ളതാണ് ഇവിടുത്തെ ഗ്രേസി ആൻറ്റിയും മാമച്ചൻ അങ്കിളൊക്കെ. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണട്ടെ വൈജയന്തി മാഡം കൂട്ടുകാരൊക്കെ. അപ്പോൾ ചേച്ചി ആരും ഇല്ലാത്തെന്നുള്ളൊരു തോന്നൽ അവർക്കൊക്കെ മാറി കിട്ടുമല്ലോ എന്നൊക്കെ രേവതിക്കുട്ടി പറയുകയാണ്. ചേച്ചി ധൈര്യമായിട്ട് ഇരിക്കും, നാളെ നമ്മൾ വരാമെന്നുള്ള രീതിയിൽ രേവതി പറയുകയാണ്. അപ്പോൾ അലീന വിഷമത്തോടെ പറയുകയാണ്, ഞാൻ ഫോൺ വയ്ക്കുകയാണ്, എനിക്ക് ഒട്ടും വയ്യ എന്നൊക്കെ പറയുകയാണ്. അത് കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് രേവതിക്കുട്ടി ഗ്രേസി ആൻറ്റി മാമച്ചൻ അങ്കിളിനെ ചെന്ന് കാണുകയാണ്. അപ്പോൾ അവർ ബ്ലഡെല്ലാം ടെസ്റ്റ് ചെയ്യാനായിട്ട് ലാബിൽ പോകാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കണേ, ഞാൻ വരുന്നില്ല, ഇപ്പോൾ അലീന ചേച്ചി വിളിച്ച് വെച്ചേ ഉള്ളൂ. അപ്പോൾ വൈജയന്തി മേഡത്തിൻ്റെ സഹോദരൻ വന്ന അലീന ചേച്ചി ഒരുപാട് വഴക്ക് പറഞ്ഞെന്നു, നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ചേച്ചി വളരെ വിഷമത്തിലേടി, നീ അവിടെ നിൽക്കാതെ ഇറങ്ങി പോകാനായിട്ട് പറയും, എന്തിനാണ് അവളിങ്ങനെ അവിടെ നിൽക്കുന്നത്, അവർ ഇത്രയും പറഞ്ഞില്ല, ഇനി അവിടെ നിൽക്കേണ്ട ആവശ്യമില്ലെന്നൊക്കെ ഗ്രേസി ആൻറ്റി പറയുകയാണ്. അതാ ബാലചന്ദ്രൻ സാർ വിടണ്ടേ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം, സാർ ഒന്നാമത് ഒരു ഹാർട്ട് പേഷ്യൻറ്റും കൂടെ അല്ലേ, ഇനി ചേച്ചി ഇറങ്ങിയപ്പോൾ വല്ല വിഷമം ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെയാണ് അലീന ചേച്ചി ഇരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇനി ചെയ്യേണ്ടത് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഗ്രേസി ആൻറ്റി നമുക്ക് നാളെ 3 പേർക്കും കൂടി അലീന ചേച്ചി ചെന്നൊന്ന് വിളിച്ചാലോ, പോകുന്ന അവർ പറഞ്ഞുകൊണ്ടിരിക്കില്ല, അപ്പോൾ ചേച്ചിക്ക് ആരും ഇല്ല എന്നുള്ളൊരു തോന്നൽ വരണ്ടല്ലോ, നമ്മൾ ചെന്ന് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ അലീന ചേച്ചിക്ക് വളരെ സന്തോഷമാകുമെന്നും രേവതിക്കുട്ടി പറയണം. അപ്പോൾ ഗ്രേസി ആൻറ്റി മാമച്ചങ്ങളിനോട് ചോദിക്കുക, നമുക്ക് പോകണോ എന്ന് ചോദിക്കുക, അതിനെന്താ നമുക്ക് പൊക്കളയാലോ എന്ന് പറയുകയാണ്. അപ്പോൾ രേവതിക്കുട്ടിക്ക് വളരെ സന്തോഷമാവുകയും ഗ്രേസി ആൻറ്റി കെട്ടിപ്പിടിക്കുകയും ചെയ്യുകയാണ്. എന്നിട്ട് ഗ്രേസി ആൻറ്റി ചോദിക്കണം, മതി നിൻ്റെ സ്നേഹപ്രകടനമൊക്കെ, നീ ലാബിൽ വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല ആൻറ്റി, ഞാൻ വരുന്നില്ല എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞ് തറവാടാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ രാജീവ് സുഹൃത്തുക്കളെയൊക്കെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ കോളിംഗ് ബെല്ല് വന്ന് ആരോ അടിക്കുകയാണ്. അപ്പോൾ അത് രാജീവ് എന്നെ ചെന്ന് തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ അത് മറ്റാരും അല്ലായിരുന്നു, നമ്മുടെ മനു ആയിരുന്നു. അപ്പോൾ രാജീവിന് അങ്കിളെ കാണുമ്പോൾ സർപ്രൈസ് ആവുകയാണ്. മനു, അങ്കിൾ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല, വിത്ത് ഫാമിലി ആണോ എന്ന് ചോദിക്കുകയാണ്. ഫാമിലി ഒന്നും ഇല്ല, അതൊക്കെ ഇനി 3 മാസം കഴിഞ്ഞിട്ട് അവർക്ക് ലീവ് കിട്ടത്തുള്ളൂ, ഞാൻ ഇപ്പോൾ വൈജയുടെ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് വന്നതെന്ന് പറയുകയാണ്. അപ്പോൾ നിനക്ക് എങ്ങനെയുണ്ട് ജോലി എന്നൊക്കെ ചോദിക്കുകയാണ്. ജോലിയും കുഴപ്പമില്ല
അങ്കിളെ എന്ന് പറയുകയാണ്. നീ ഇപ്പോൾ ഇച്ചിരി നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറയുകയാണ്. എന്നിട്ട് മനു പറയുകയാണ് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരാമെന്ന് പറയുകയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ മനുവിനോട് കാര്യങ്ങളൊക്കെ രാജി ചോദിക്കുകയാണ്. അപ്പോൾ നീയാണ് കൊണ്ടുവന്നല്ലേ അലീനയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതേന്ന് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞിട്ടാണ് ഞാൻ കൊണ്ടുവന്നത് പറയുകയാണ്. അപ്പോൾ നീ അലീനയുടെ കെയർ ടേക്കർ ആണെന്നാണ് വൈജയന്തി പറയുന്നത്. അതേന്ന് മനു പറയുകയാണ്. അപ്പോൾ അലീന നല്ല കുട്ടിയെന്നാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല പൊതുവായിട്ടുള്ള അഭിപ്രായം അതാണ്. പിന്നെ അവിടെ എല്ലാവരോടും ചോദിച്ചു അവളുടെ സ്വഭാവത്തെപ്പറ്റി. ആരും തെറ്റ് പറഞ്ഞില്ല എന്ന് രാജു ഞങ്ങൾ പറയുകയാണ്. അവളുടെ സ്വഭാവം വളരെ നല്ലതാണെന്ന് മനുവും പറയുകയാണ്. ഒരു വീട്ടിൽ എങ്ങനെ നിൽക്കണമെന്നും പെരുമാറണമെന്നൊക്കെ അലീനയ്ക്ക് നല്ല രീതിയിൽ അറിയാമെന്നും അവളുടെ സ്വഭാവം എക്സലൻ്റ് ആൻഡ് എലിഗൻ്റ് എന്നൊക്കെ മനു പറയുകയാണ്. അപ്പോൾ വൈജയന്തിക്ക് നിന്നോട് ചെറിയ പരിഭവമൊക്കെ ഉണ്ടെന്ന് രാജീവ് പറയുകയാണ്. അപ്പോൾ നീ എന്തിനും സപ്പോർട്ട് നിൽക്കുന്ന അലീനയോടാണ്. അപ്പോൾ വൈജയന്തിക്ക് ഒരു സപ്പോർട്ട് നൽകുന്നില്ല എന്നാണ് വൈജയന്തിയുടെ പരാതി എന്നൊക്കെ രാജീവ് പറയുകയാണ്. അപ്പോൾ എന്നിട്ട് രാജീവ് ഒരു ഉദാഹരണം കൂടി പറഞ്ഞു കൊടുക്കുകയാണ്. മനു, നിൻ്റെ അച്ഛൻ ഒരു കൊലപാതകം ചെയ്തെന്നിരിക്കട്ടെ, നീ നിൻ്റെ അച്ഛനല്ലേ സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കാതെ ആ മരിച്ച ആളുടെ വീട്ടുകാരെയാണോ നീ സംരക്ഷിക്കുന്നത്? അപ്പോൾ നിൻ്റെ അച്ഛന് വേണ്ടി കേസ് വാദിക്കും, വേണമെങ്കിൽ കള്ളസാക്ഷി വരെ വെക്കുമെന്നൊക്കെ രാജീവ് പറയുകയാണ്. അപ്പോൾ അതുപോലെയാണ് നമ്മളെ കുടുംബത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെ കുടുംബത്തൊപ്പമാണ് നിൽക്കേണ്ടത്, അല്ലാതെ വെളിയിൽ വന്നൊരു ആളിൻ്റെ കൂടെ എല്ലാം നിൽക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ്. എന്നിട്ട് മനു പറയുകയാണ് എനിക്ക് തോന്നുന്നില്ല നാളെ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്, കണ്ടറിയാമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അതെന്താ നീ അങ്ങനെ പറഞ്ഞപ്പോൾ അലീന നാളെ പോകില്ല എന്നാണോ പറഞ്ഞത്? അതല്ല, അലീന പോയി കഴിഞ്ഞാൽ അവിടെ ബാക്കി സംഭവങ്ങളൊക്കെ എന്താണ് ഉണ്ടാകുന്നുള്ളൊരു ടെൻഷനിൽ ഞാൻ പറഞ്ഞതാണ്. അലീന പോയത് കൊണ്ട് മാത്രം അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കൊച്ചിച്ചാന്ന് മനു പറയുകയാണ്. അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടായാലും നാളെ അലീന പോയിരിക്കുമെന്ന് രാജീവ് ഉറപ്പ് പറഞ്ഞിട്ട് രാജീവ് അകത്തോട്ട് കയറി പോവുകയാണ്. എന്നിട്ട് മനു ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചിന്തിച്ചിരിക്കുകയാണ്. ഈശ്വര നാളെ ഇനി എന്തൊക്കെ ഉണ്ടാവുമെന്ന് കണ്ട് എന്നെ അറിയാമെന്ന് മനു മനസ്സിൽ പറയുകയാണ്. കഴിഞ്ഞ് നമ്മുടെ ബാലചന്ദ്രനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ വളരെയധികം ടെൻഷൻ നിൽക്കുകയാണ്. അപ്പോൾ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോൾ നാളെ ഇനി എന്ത് സംഭവിക്കും, തനിക്ക് അലീനെ സേവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചിന്തയിലൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അലീന പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ചിന്തിക്കുകയാണ്. തനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്നും അതോടൊപ്പം തന്നെ ഗംഗാധരനോട് ചെന്ന് ചോദിക്കുകയാണ് തൻ്റെ ഭാര്യയ്ക്ക് വിവാഹത്തിന് മുമ്പ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചിരുന്നു. അപ്പോൾ അതിനുള്ള മറുപടി ഗംഗാധരാണെന്ന് പറയുന്നത്. പിന്നെ രേവതിക്കുട്ടിയുടെ ഫോണിലുള്ള സംഭാഷണങ്ങളെല്ലാം ബാലചന്ദ്രൻ ഇങ്ങനെ ഓർമ്മയിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല വൈജയന്തി കിടന്ന് ചാടുന്നതെല്ലാം ഇങ്ങനെ മനസ്സിൽ മിന്നി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ തോക്കെടുക്കുകയാണ്. ഞാൻ ഒരു ദിവസം ഒരു 50 വട്ടമെങ്കിലും ചിന്തിക്കും, ആത്മഹത്യയാണോ കൊലപാതകമാണോ നല്ലതെന്ന്. എനിക്കൊരു തീരുമാനം ഇതുവരെ എടുക്കാനായിട്ട് പറ്റിയില്ല എന്നൊക്കെ ബാലചന്ദ്രൻ സ്വയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഞാൻ ഈ അവസരത്തിൽ ചെയ്യേണ്ടതെന്ന് ബാലചന്ദ്രൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ബാലചന്ദ്രൻ റൂം തുറന്ന് താഴോട്ട് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ അവിടെ എല്ലാവരും ഉറങ്ങിയിട്ടുള്ളൊരു സമയമാണ്, ഏകദേശം അർദ്ധരാത്രിയൊക്കെ ആയിക്കാണും. പക്ഷേ ബാലചന്ദ്രൻ മാത്രം ഉറക്കമില്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ ഹാളിൽ ചെന്നിട്ട് ഇങ്ങനെ നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. വൈജയന്തി റൂമിലോട്ട് നോക്കുന്നു, മുത്തശ്ശി കിടക്കുന്ന റൂമിലോട്ട് നോക്കുന്നു. മൊത്തത്തിൽ ഒരു പരിഭ്രാന്തമായ ഒരു ചുറ്റുപാടാണ് ബാലചന്ദ്രൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നിട്ട് അവിടെ ഇരുന്ന ജഗ്ഗിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളമെല്ലാം എടുത്ത് കുടിക്കുന്നു. അപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിച്ച് ബാലചന്ദ്രൻ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. താങ്ക്